മക്കളെ മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണപരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗണിതം അഥവാ മക്കളെ നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? എല്ലാവരും റെഡി ആണല്ലോ? നോക്കിക്കേ, കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ഒരു സെക്ഷൻ ഫില്ല് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ കൂട്ടുകാരുടെ പേര്, നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നെടുത്ത് മക്കളുടെ പേര് എഴുതുക, നെയിം ഓഫ് സ്കൂൾ എന്നെടുത്ത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക, ഡിവിഷൻ എന്നെടുത്ത് മക്കളുടെ ക്ലാസ് ഡിവിഷനും എഴുതുക. മലയാളം മീഡിയംകാർ മലയാളത്തിലുമാണ് ആ ഒരു സെക്ഷൻ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ദെൻ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫ്ലൈയിങ് ബേർഡ്സ്, പറക്കുന്ന പക്ഷികൾ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നമുക്ക് മാക്സിമം റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ളത്. നോക്കിക്കേ, ഗിവ് കളർ, കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് മക്കളെ നിറം നൽകാം, എണ്ണി എഴുതാം എന്നതാണ് മക്കളെ. അവിടെ നോക്കിക്കേ, നമുക്ക് അവിടെ കുറെ പാരറ്റിന്റെ കൂട്ടം അല്ലെ, തത്തയാണ് കേട്ടോ. എന്താണ്? തത്തകളുടെ കൂട്ടം അല്ലെങ്കിൽ പാരറ്റിന്റെ കൂട്ടം തന്നിട്ടുണ്ട് മക്കളെ. അവയ്ക്ക് നിറം നൽകിയിട്ട് മക്കളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? അവയുടെ എണ്ണം അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് കൗണ്ട് ചെയ്താലും മക്കള് തത്തയ്ക്ക് കളർ ചെയ്യണം കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് പോകുന്ന സമയത്ത് കളർ പെൻസിൽ അല്ലെങ്കിൽ ക്രയോൺസ് നിർബന്ധമായിട്ടും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ. അപ്പൊ പാരറ്റിന്റെ കളർ എന്താ മക്കളെ? എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ്? ഗ്രീൻ കളർ ആണ് അല്ലെ, പച്ച നിറാണ്. അപ്പൊ നമ്മുടെ പാരറ്റിനെല്ലാം കളർ ചെയ്യണം കേട്ടോ. മിസ് ഇപ്പൊ കളർ ചെയ്യണ്ടല്ലോടാ, മിസ് ജസ്റ്റ് ഒന്ന് റഫ് ആക്കി കളർ ചെയ്യാട്ടോ. മക്കള് നല്ല ഭംഗിയാക്കി കളർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ പാരറ്റിന് പച്ച കളർ കൊടുക്കാട്ടോ, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കൊടുക്കണം. മിസ് ജസ്റ്റ് ഇപ്പൊ ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ തന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഗ്രീൻ കളറ് പാരറ്റിന്റെ മക്കൾ എന്ത് ചെയ്യാ? എല്ലാത്തിനും കളർ ചെയ്യാ. കളർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അവയുടെ എണ്ണം കൂടി മക്കള് കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് മറക്കരുതേ. അപ്പൊ പാരറ്റിന് മിസ് എന്ത് ചെയ്തു മക്കളെ? കളർ ചെയ്തിട്ടുണ്ട്, ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പച്ച കളർ കൊടുക്കാം, സോറി ഒരു റെഡ് കളർ കൊടുക്കാം അല്ലെ. അത് പാരറ്റ് ആണെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ, മിസ് കളർ കൊടുത്തിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇതേ രീതിയിൽ മക്കൾ ഇതേ രീതിയിലല്ല, നല്ല ഭംഗിയായിട്ട് മക്കൾ എന്ത് ചെയ്യണം? പാരറ്റിന് കളർ ചെയ്യണം. അതിനുശേഷം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അവയുടെ എണ്ണം എഴുതാനല്ലേ മക്കളെ പറഞ്ഞത്? മിസ്സിനോടൊപ്പം കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7. അപ്പൊ എത്ര പാരറ്റ് ഉണ്ട് മക്കളെ? എത്ര പാരറ്റ് ഉണ്ട്? 7 പാരറ്റ് ഉണ്ട്. അപ്പൊ മക്കൾ ഇവിടെ എന്ത് എഴുതണം? 7 എന്ന് എഴുതണം. മലയാളം മീഡിയംകാർ മലയാളത്തിൽ എണ്ണണേ. 1 2 3 4 5 6 7. 7 എഴുതിയില്ല മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അടുത്ത കൂട്ടം എനിക്ക് മക്കളെ ക്രോ ആണ്, കാക്കകളാണുള്ളത് അല്ലെ. എത്ര കാക്കകളുണ്ട്? കാക്കയാകുമ്പോ നമ്മൾ ഏത് കളർ കൊടുക്കണം മക്കളെ? ബ്ലാക്ക് കളർ കൊടുക്കണം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? കാക്കയ്ക്ക് കറുപ്പ് നിറം കൊടുക്കുക കേട്ടോ. കാക്കയ്ക്ക് മക്കള് കറുപ്പ് കളർ കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ഓരോ ബേർഡിന്റെയും കളർ ഏതാ എന്നുള്ളത് മക്കള് ആലോചിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ കാക്കയ്ക്കെല്ലാം മക്കള് കറുപ്പ് കളർ കൊടുക്കണം. ഓക്കെ അല്ലേ മക്കളെ? എന്നിട്ട് എന്ത് ചെയ്യാ? എത്ര കാക്കയാണ്, എത്ര ക്രോയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് എന്നുള്ളത് മക്കള് കൗണ്ട് ചെയ്തിട്ട് അവിടെ താഴെയുള്ള കുളത്തിൽ എഴുതണം. കൗണ്ട് ചെയ്ത മക്കളെ എത്ര എണ്ണുണ്ട്? എണ്ണിക്ക്, മിസ്സിനോടൊപ്പം എണ്ണിക്ക്. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ എണ്ണി നോക്കാം അല്ലെ. 1 2 3 4 5. എത്രയുണ്ട് മക്കളെ? 5 കാക്കകളാണ്, 5 ക്രോ ആണുള്ളത്. ദെൻ സ്പാരോ എല്ലാം മക്കളെ എത്ര എണ്ണുണ്ട്? സിമ്പിൾ ആണ്. 1 2
3 4 4 മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ. അപ്പൊ മക്കള് അവിടെ എന്ത് എഴുതുക? 4 എന്ന് എഴുതുക. സ്പാരോയ്ക്ക് മക്കള് കളർ കൂടി കൊടുക്കണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ എണ്ണി എഴുതാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. മക്കള് തെറ്റാതെ ചെയ്യണം കേട്ടോ. ഇനി കൂട്ടുകാർക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വിച്ച് വൺ ഈസ് ദി ലാർജസ്റ്റ്? അതായത് മക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഏതാണ് മക്കളെ? സ്പാരോസ് ആണോ, ക്രോ ആണോ, കാക്കകളാണോ, അല്ലെങ്കിൽ പാരറ്റ് ആണോ കൂടുതലുള്ളത്? ഏതാണ്? പാരറ്റ് ആണ്, തത്തയാണ്. അപ്പൊ മക്കൾ ഇവിടെ എന്ത് എഴുതണം? പാരറ്റ് എന്ന് എഴുതണം. അല്ലെങ്കിൽ മലയാളം മീഡിയംകാർ തത്ത എന്ന് എഴുതണം. മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അവയുടെ പേര് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല മക്കളെ, സ്പെല്ലിംഗ് തെറ്റാതെ നോക്കി എഴുതുക കേട്ടോ. ദെൻ അവിടെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഈസ് ദി സ്മോളസ്റ്റ്? സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചെറുതാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ഇവിടെ ആരാ കൂട്ടാ മക്കളെ? സ്പാരോസിന്റെ കൂട്ടല്ലേ. മക്കൾ അവിടെ എന്ത് എഴുതണം? സ്പാരോ എന്ന് എഴുതണം. സ്പാരോസ്. ഓക്കെ, നോക്കിക്കേ മക്കളെ, അതിന്റെ പേര് നമ്മളോട് എണ്ണം നമ്മളോട് ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം? എണ്ണം എഴുതാം കേട്ടോ. സ്പാരോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കുരുവിക്കാണ് പറയാ അല്ലെ. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ്, വാലുകളിലും ചിറകുകളിലും. നോക്കിക്കേ മക്കളെ, ഇവിടെ പട്ടത്തിന്റെ വാലുകളിലും ചിറകിലുമായിട്ട് കുറെ വേംസ് അല്ലെ, പുഴുക്കളും അതുപോലെ കുറെ ഉറുമ്പുകളും കുറെ വണ്ടുകളൊക്കെ ഇല്ലേ. അവയുടെ ഓരോത്തിനും എണ്ണം എഴുതാനാണ് മക്കളെ പറയുന്നത്. സിമ്പിൾ അല്ലേ? ആദ്യം എത്ര വേംസ് ഉണ്ട് എന്ന് നോക്കാം. എത്ര പുഴു ഉണ്ട് മക്കളെ? എണ്ണിക്കേ. 1 2 3 4 5 6 എണ്ണമാണുള്ളത്. അപ്പൊ മക്കൾ അവിടെ എന്ത് എഴുതണം? 6 എന്ന് എഴുതണം. 6. ഇനി എത്ര ഉറുമ്പുകൾ ഉണ്ടോ നോക്കിക്കേ മക്കളെ. 1 2 3 4 5. അപ്പൊ മക്കൾ ഇവിടെ എന്ത് എഴുതാ? 5 എന്ന് എഴുതുക. ഇനി എത്ര സ്മാൾ ബഗ് ഉണ്ട് മക്കളെ? എത്രയുണ്ട്? 1 2 3. ആകെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ പുഴു 5 എണ്ണവും ഉറുമ്പുകള് പുഴു 6 എണ്ണവും ഉറുമ്പ് 5 എണ്ണവും വണ്ട് എത്രയാണുള്ളത് മക്കളെ? 3 എണ്ണേ ഉള്ളൂ. സിമ്പിൾ അല്ലേ മക്കളെ? മക്കളടുത്ത് നിങ്ങളുടെ ടീച്ചർ ഇതിന് നിറം നൽകാനൊക്കെ പറയുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? നിറം നൽകണം കേട്ടോ. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം സെറ്റ് അല്ല മക്കളെ? ഇനി മക്കൾക്കുള്ള മറ്റൊരു ചോദ്യം ഇതാണ്. ഏറ്റവും ചെറിയ ജീവി മുതൽ ഏറ്റവും വലിയ ജീവി വരെ നമ്പർ എഴുതാം. അതായത് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ആ ക്രീച്ചേഴ്സിന്റെ നമ്പർ എഴുതണം. എന്തിൽ നിന്ന് എന്തിലേക്ക് മക്കളെ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇവിടെ ഏറ്റവും ചെറിയ എണ്ണം ഏതാ മക്കളെ? യെസ്, 3 ആണ്. പിന്നെ ഏതാണ്? 5 ആണ്. പിന്നെ എത്രയാണ്? 6 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? 3. പിന്നെ ഏത് വരും? 5 വരും. പിന്നെ ഏത് വരും മക്കളെ? 6 വരും. ഇനി നമ്മളോട് പറയാണ് റൈറ്റ് ദി നമ്പേഴ്സ് ഓഫ് ടീച്ചേഴ്സ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ മക്കൾ ആദ്യം ഏത് എഴുതേണ്ടി വരും? 6 എഴുതണം. പിന്നെ ഏത് എഴുതണം? 5 എഴുതണം. പിന്നെ ഏത് എഴുതണം? 3 എഴുതണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും. മിസ് പറഞ്ഞല്ലോ, നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്ടായിരിക്കും? എണ്ണം എത്രയാന്നുള്ളത് എഴുതാനായിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കൂട്ടം ഏതാണ്, അതുപോലെ തന്നെ വലിയ കൂട്ടം ഏതാണ് എന്നുള്ളതും നമുക്ക് ചോദിക്കും. അതുപോലെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ മക്കളെ? എന്താണ്? അവയുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ചും ചോദിക്കാം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനായിട്ട്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ അത് കൃത്യമായിട്ട് മക്കളെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലായിരുന്നു മക്കളെ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ മക്കൾ എന്ത് ചെയ്യുക? ഓരോ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. മിസ് ഒരിക്കൽ കൂടി പറയാണ് മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ് നമുക്ക് മാക്സിമം റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പേരുകളൊക്കെ എഴുതാനൊക്കെയുള്ള സെക്ഷൻ വരുന്നുണ്ട് അല്ലെ. ഇവിടെ പേരുകളൊക്കെ എഴുതാനായിട്ടുള്ള സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറേ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് തെറ്റാതെ, സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മലയാളം മീഡിയംകാരും അതുപോലെ തന്നെ എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും.
ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ വെച്ച് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ കളർ പെൻസിലിന്റെ കാര്യം അല്ലെങ്കിൽ ക്രയോൺസിന്റെ കാര്യം മറന്നു പോരുത് മക്കളെ. നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാ എക്സാമിനും എന്ത് കൊണ്ടുപോകണം, കളർ പെൻസിൽ കൊണ്ടുപോകണം. കളർ ചെയ്യാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ മക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാതെ ഓരോ ചിത്രത്തിനും യോജിക്കുന്ന കളർ ഏതാ എന്ന് നോക്കിയിട്ട് കളർ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. മക്കൾക്ക് കൂടുതൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ അതുപോലെ മക്കളുടെ പേരുകൾ എഴുതാനായിട്ട് മറന്നു പോകരുത്. കൃത്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർ ഇംഗ്ലീഷിലും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർ മലയാളത്തിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? അപ്പൊ സിമ്പിൾ അല്ലേ മാത്സ് മക്കളെ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മക്കൾ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.